ഡാൻസ് ബുദ്ധിമുട്ടുണ്ട്? ഡാൻസ് ഇപ്പൊ ഭയങ്കര പാടാ. നേരത്തെ നല്ല പാടായിരുന്നു. ജീവന്റെ ഗുണം അതാ, എത്ര അടിച്ചാലും പുറത്തറിയില്ല. നമ്മൾ അങ്ങനെയുള്ള സീനിയേഴ്സിനോടല്ലേ വർക്ക് ചെയ്യുന്നത്. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായി. ഒട്ടും ഓക്കെ അല്ലായിരുന്നു, പ്രാക്ടീസ് വന്നിട്ടുണ്ടായില്ല. എന്തിനാ നമ്മള് പിന്നെ ഒളിഞ്ഞെന്ന് പറഞ്ഞ് പറഞ്ഞു തൂറ്റലായിരുന്നു. ഇവനെ എഫേർട്ട് ഇടിപ്പിച്ചു കഴിഞ്ഞാൽ ഇവൻ മാത്രമല്ല ആ സെറ്റ് മൊത്തം മാറും. അതും എനിക്ക് തന്നെ അത്താൻ മൂട്. അപ്പൊ എടാ മതിയടാ. നമ്മളെ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഒരു നല്ല നിഷ്കളങ്കനായിട്ടുള്ള നല്ലൊരു പയ്യൻ എന്ന് പറയൂലേ, ടീച്ചർമാരോട് കറക്റ്റ് അതേപോലെ ഇല്ലേ സംസാരത്തിലൊക്കെ? എല്ലാ വീട്ടിലും ആക്സസ് ഉള്ള, ഇപ്പം ഇദ്ദേഹത്തിന്റെ വീട്ടിൽ പോകാന്ന് പറഞ്ഞാൽ വീട്ടുകാർ ചോദിക്കൂല. എന്നാ നമ്മുടെ കൂട്ടത്തിൽ അതുകൊണ്ട് അവന്റെ കൂടെ പോയിക്കും, നമ്മളൊരു ഇവന്റെ കൂടെ. എനിക്ക് സിഗാർ വലിച്ച ശീലമില്ല. ഇപ്പൊ ആദ്യത്തെ 2-3 ടേക്കിന് ഇങ്ങനെ 2-3 വലിച്ച് 4-ാമത്തെ എഴുന്നേറ്റ് നടക്കുന്നത്. ഇപ്പൊ 4-ാമത്തെ വലിച്ചപ്പോ തലക്ക് കയറിയിട്ടേ ലംബോർഗിനി ഇങ്ങനെ പോയത്. ലംബോർഗിനി ഇവിടെ, ഞാൻ ഇവിടെ. ആലോചിച്ചേട്ടൻ എങ്ങോട്ടാണ്? റംസാൻ ബ്രോ ഈ ഡാൻസ് കോർഡിനേറ്റ് ചെയ്യും, ഇപ്പൊ അവിടെ കിടന്ന് അലച്ചിട്ടുണ്ടാവില്ലേ ശരിക്കും? അത് നമ്മള് ഒരു 3-4 ദിവസം. അയ്യോ എന്ത് ഡീസന്റാ പറയും ഇവരൊക്കെ. പോടാ. നമസ്കാരം, വെൽക്കം ടു ജാങ്കോ സ്പേസ്. ഇറ്റ്സ് മീ ശ്രീനാഥ് കെ ജനാർദ്ദനൻ. അപ്പോൾ 2025 ഓണാഘോഷം സ്റ്റാർട്ട് ചെയ്ത, അല്ലെങ്കിൽ നമുക്ക് തുടങ്ങി തന്ന ഒരു സിനിമ സാഹസം. എല്ലാ വർഷവും നമുക്ക് ഓണത്തിനൊരു ട്രെൻഡ് ഉണ്ടാവും, പക്ഷേ ഇതിപ്പോഴും ഇത്തിരി നേരത്തെ തന്നെ ഞങ്ങൾ തുടങ്ങി തന്നിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും സാഹസത്തിൻ്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ നമ്മളോടൊപ്പം ചേരുന്നത് നമ്മുടെ മ്യൂസിക് ഡയറക്ടർ വിപിൻ ചേട്ടൻ, നമ്മുടെ ഭഗത്തേട്ടൻ, നമ്മുടെ റംസാൻ ബ്രോ, അതുപോലെ തന്നെ നമ്മുടെ ഡയറക്ടർ വിപിൻ ചേട്ടൻ, ജീവ ബ്രോ. നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ ഷോയിലേക്ക് സ്വാഗതം. ഫസ്റ്റ് തന്നെ നമ്മുടെ ഡയറക്ടറായിട്ടോടാണ് ചോദിക്കട്ടെ, ഈ സിനിമയിലെ ഇതിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരുപാട് ക്യാരക്ടർ, ചെറിയ ക്യാരക്ടർ ഒന്നുമല്ല. ചിലർക്ക് വളരെ ചെറുതുള്ളൂ, ചിലർക്ക് ഭയങ്കര ലെങ്തി ക്യാരക്ടറൊക്കെ ഉണ്ട്. പക്ഷേ സിനിമ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവില്ല ആർക്കൊക്കെ ചെറുത് ആർക്കൊക്കെ വലുത്. എല്ലാവരും ഈക്വലാണ്. ചെറിയൊരു സീനിൽ വന്നു പോകുന്നവരെ തന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കും. എങ്ങനെയാണ് ഇങ്ങനെ ഒരു കോർഡിനേഷൻ കിട്ടിയത്? അതൊരു ഒരു ക്യാരക്ടർ സെൻട്രിക് ആയിട്ട് എഴുതുന്നില്ല, ഒരു കഥ പറയണം എന്ന് വിചാരിച്ച് എഴുതുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു അങ്ങനെ വരും തോന്നുന്നു. കാരണം ഒരു പെർട്ടിക്കുലർ ആളെ സെൻട്രിക്കായിട്ട് അയാൾക്ക് വേണ്ടിയിട്ട് ത്രൂ ഔട്ട് ഒരു സിനിമ എഴുതുമ്പോഴായിരിക്കും ചിലപ്പം നമ്മൾ അയാളുടെ പ്രോമിനൻസ് ഓരോ സീനിലും എഗെയിൻ ആൻഡ് എഗെയിൻ ക്രോസ് ചെക്ക് ചെയ്യുന്നത്. നമ്മൾ ബേസിക്കലി ഒരു കഥ പറയാനാണ് ശ്രമിച്ചത്. സ്റ്റാർട്ട് ടു എൻഡ് ആ കഥ പറയാന്നുള്ളതിൽ മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്ത് പോയപ്പോൾ ശരിക്കും എല്ലാവരുടെയും കഥയിൽ അയാളാണ് ഹീറോ എന്ന് പറയുമല്ലോ നമ്മൾ പേഴ്സണലി. അതുപോലെ ഈ ഓരോ ആളുകളുടെ പെർസ്പെക്റ്റീവിൽ ആലോചിച്ചാൽ അയാൾക്ക് അയാളുടേതായ കുറേ കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ കഥ പറഞ്ഞു പോകുമ്പോൾ ഈക്വൽ സ്പേസ് വരുന്നത് കണ്ടു, അതിനെ തടയണ്ടെന്ന് തോന്നി. ഓക്കെ, അടിപൊളി. അത് ഒരു ഫ്രീഡം കൊടുത്ത് എല്ലാ ആർട്ടിസ്റ്റുകൾക്കും. ഓക്കെ, അതെന്തായാലും ഭയങ്കര രസമായിട്ടുണ്ട്. കാരണം നമുക്ക് എല്ലാവരും ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തർ വരും, ചിലവർ പോയവരും വീണ്ടും തിരിച്ചു വരും. അവിടെ നമുക്ക് ഭയങ്കര രസമായിട്ടാണ്. എനിക്ക് തോന്നുന്നു കുറേ നമ്മൾ കണ്ടേക്കുന്ന സിനിമകളിൽ ഭയങ്കര സന്തോഷത്തോടെ കണ്ടത്. നമുക്ക് കഥ ഇതൊന്നല്ല പറഞ്ഞു, ഭയങ്കര സന്തോഷത്തോടെ കണ്ട ഒരു സിനിമയാണ്. അത് തന്നെയാണ് ഇന്റൻഷനും. ഭയങ്കര ഹാപ്പി ആയിട്ട് ചില്ലായിട്ട് കണ്ടുവരിക എന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മ്യൂസിക് ഡയറക്ടർ, നമ്മൾ ഇതിൽ മൊത്തത്തിൽ ഈ സിനിമേനെ മൊത്തം ആൾക്കാർക്ക് എന്താ പറയുക എനർജി ഇങ്ങനെ വാരിക്കോരി തന്നുകൊണ്ടിരിക്കുന്നതായിരുന്നു. അതിനാദ്യമായിട്ട് ഞങ്ങളൊരു താങ്ക്സ് പറയട്ടെ, ഇത്രയും നല്ലൊരു ഗിഫ്റ്റ് ഞങ്ങൾക്ക് തന്നതിന്. എന്താ ഇതിനെക്കുറിച്ചൊന്ന് പറഞ്ഞേ, നമ്മുടെ വർക്കിനെ കുറിച്ച്. വർക്ക് മൊത്തത്തിൽ ആദ്യത്തെ പറയാനുള്ളത് ഭയങ്കര പോസിറ്റീവ് വൈബായിരുന്നു ടോട്ടലി. അത് നമ്മൾ ഫ്രം ദ സ്റ്റാർട്ട് വർക്ക് ചെയ്യാൻ, പാട്ട് ചെയ്യുമ്പോഴും BGM ചെയ്യുമ്പോഴൊക്കെ കംഫർട്ടബിൾ ആയിരുന്നു ഈ ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ. പിന്നെ നല്ല സ്പേസ്, പ്രത്യേകിച്ച് BGMൽ ഒരുപാട് സാധനങ്ങൾ ചെയ്യാനുള്ള ഒരു സ്പേസുള്ള മൂവിയായിരുന്നു. പലതരത്തിലുള്ള ഇപ്പോൾ റൊമാൻറ്റിക് ട്രാക്ക് ഉണ്ട്, കുറച്ച് കോമഡി ട്രാക്ക് ഉണ്ട്, കുറച്ച് മാസ് പരിപാടികളും അങ്ങനത്തെ ചേസ് ഉണ്ട്, പിന്നെ ഫൈറ്റ് ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ അതിൽ BGMൽ അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക് ചെയ്യാനുള്ള സ്പേസ് ആയിരുന്നു. അപ്പോൾ അത് നമ്മളങ്ങ് ഉപയോഗിച്ചു, ആ സ്പേസ് അങ്ങ് യൂസ് ചെയ്തു. നമ്മളെ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഒരു നല്ല നിഷ്കളങ്കനായിട്ടുള്ള നല്ലൊരു പയ്യൻ എന്ന് പറയൂലേ, ടീച്ചർമാരോട് കറക്റ്റ് അതേപോലെ ഇല്ലേ സംസാരത്തിലൊക്കെ? എല്ലാ വീട്ടിലും ആക്സസ് ഉള്ള, ഇപ്പം ഇദ്ദേഹത്തിന്റെ വീട്ടിൽ പോകാന്ന് പറഞ്ഞാൽ വീട്ടുകാർ ചോദിക്കൂല. എന്നാ നമ്മുടെ കൂട്ടത്തിൽ അതുകൊണ്ട് അവന്റെ കൂടെ പോയിക്കും, നമ്മളൊരു ഇവന്റെ കൂടെ ഉണ്ടോ? അപ്പൊ പിന്നെ നിനക്ക് ആദ്യം പറയേണ്ടത് ചോദിക്കാം. അതെ, കൊള്ളാം.
എന്തായാലും ഇനി നമുക്ക് സിനിമയിലേക്ക് മൊത്തത്തിൽ വരുമ്പോൾ ശരിക്കും ഇതിൻ്റെ ആദ്യത്തെ ഒരു 10 മിനിറ്റും ലാസ്റ്റത്തെ ഒരു 10-20 മിനിറ്റും ഒരു ആഘോഷം തന്നെയാണ്. ശരിക്കും ഇതെങ്ങനെ ലാസ്റ്റത്തെ ക്ലൈമാക്സിലേക്ക് വരികയാണെങ്കിൽ ഇതെങ്ങനെ കോർഡിനേറ്റ് ചെയ്യാൻ പറ്റി ഇത്രയും വേറെയൊക്കെ ഷൂട്ടിംഗ് പ്രോസസ്സാണ്. അതെ അതെ, ഭീകര പരിപാടിയായിരുന്നു. കാരണം എനിക്ക് തോന്നുന്നത് ഓൾ ആർട്ടിസ്റ്റാണ് അവസാനത്തെ 10 ദിവസം ഷൂട്ടിന്. എന്ന് വെച്ചാൽ ഒരു 13-14 മേജർ ആർട്ടിസ്റ്റുകളുണ്ട്. ഒരു 100-120 ജൂനിയർ ആർട്ടിസ്റ്റ് ഉണ്ട്. നമ്മുടെ മൊത്തം ക്രൂ ഉണ്ട്. എനിക്കൊന്ന് ഒരു ഷോട്ട് പ്ലേ ബാക്ക് ചെയ്തിട്ട് ആരൊക്കെ ഓക്കെ ആണെന്ന് പറയണമെങ്കിൽ തന്നെ ഒരു തവണ കാണുമ്പോൾ എനിക്ക് ഒരാളല്ലേ നോക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഓരോ ഷോട്ടും കഴിഞ്ഞിട്ട് ഞാൻ ഇവിടുന്ന് തുടങ്ങും, ഇങ്ങനെ പറഞ്ഞ് അവിടെ എത്തും, എന്നിട്ട് തിരിച്ചു വരും, ഓക്കെ അടുത്ത ടേക്ക് പോകും. പക്ഷേ എനിക്ക് തോന്നുന്നത് അതിൻ്റെ ബ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ ആ സമയമാകുമ്പോഴേക്കും ഒരു 90% ആളുകളും സ്ലോട്ടിൽ വീണ് കഴിഞ്ഞിരുന്നു. പിന്നെ ഒന്നുമില്ല, പറയൊന്നും വേണ്ട. ചില സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ടാവില്ല, പിന്നെ നോക്കി ഇത് അടിപൊളിയാണല്ലോ നാച്ചുറലായിട്ടെല്ലാം വന്നു തുടങ്ങിയിരുന്നു. എല്ലാവരും ആ ഒരു കോർഡിനേഷൻ അത്രയും ഡയറക്ഷൻ ടീമൊക്കെ അടിപൊളിയായിട്ടാണ് കോർഡിനേറ്റ് ചെയ്തത്. കാരണം ഓവർ മൈക്ക് ഈ 100 പേരുടെ മൂവ്മെന്റ്സ് ആ ടേക്ക് വരുമ്പോൾ കണ്ടിന്യൂറ്റി. പിന്നെ ആ ലാസ്റ്റ് ഷോട്ട്സിൽ കണ്ടില്ലേ 3-4 ആംബുലൻസ്, 2-3 പോലീസ് ജീപ്പ്, ആ ഇടിച്ച് പൊളിച്ചിട്ടുള്ള ഒമ്നി, ഇതിൻ്റെയൊക്കെ കണ്ടിന്യൂറ്റി. ഓ എല്ലാം കുറേ കാര്യങ്ങളുണ്ടല്ലോ. ആക്ടിങ് അല്ലാതെ നിങ്ങൾ എന്തൊക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്? എല്ലാത്തിലും ഉണ്ടായിരുന്നു. ഇത് കാണുമ്പോൾ മനസ്സിലാവും എല്ലാവരും ഇതിലെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഫോക്കസ് ചെയ്ത് ഡയറക്ടറിന്റെ മൂഡാണ് അത് പോയി ഡയറക്ടറിന്റെ മൂഡ് സെറ്റ് ചെയ്ത് കൊടുക്കുന്ന സെറ്റിലെ ആൾക്കാർ നമ്മളായിരുന്നു. ഡയറക്ടർ മൂഡ് അറിയിച്ചിട്ടില്ല. ഡയറക്ടർ മൂഡ് ചേഞ്ച് ആവുന്ന സിറ്റുവേഷൻ ഏതാണ്? ഡയറക്ടർ മൂഡ് ചേഞ്ച് ആവുന്ന സിറ്റുവേഷൻ ഏതാണ്? ഇതൊന്നുമല്ല, ഇത് സമയത്തിന് തീരുമെന്നുള്ളതാണ് കാര്യം. ഇത്ര ദിവസമല്ലേ, 10 ദിവസം. ഇത് 40 എനിക്ക് 75 ഡേയ്സ് ഒക്കെ ഷൂട്ട് ചെയ്യേണ്ട ഒരു പടമാണ്. നിങ്ങൾ 45 ഡേയ്സ് ആണ് ഷെഡ്യൂൾ ചെയ്തത്. എന്നിട്ട് ഞങ്ങൾ 43 ഡേയ്സിലാണ് തീർത്തത്. അപ്പോൾ അതിന് ഉള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാൽ ഈ കുറേ കാര്യങ്ങളുണ്ട് ഈ ടൈമുമായിട്ട് കണക്റ്റഡ് ആണ്. ഒന്ന് അങ്ങോട്ട് ഷിഫ്റ്റ് ആയാലും എല്ലാം പാടുന്നു, അങ്ങോട്ട് ഇടയ്ക്ക് മാറിപ്പോകും. ഓക്കെ, അപ്പൊ എല്ലാത്തിനും ഒരു കണക്കും എല്ലാം വേണം അല്ലേ? എല്ലാം ഒറ്റ ഇതായിട്ട്. അതിപ്പോ ഒരാൾ, ഞാൻ നേരത്തെ പറഞ്ഞു, അത് ഒരാൾ വിചാരിച്ചോണ്ട് കാര്യം ഈ മൊത്തം ആളുകൾക്കും ആ തോന്നലോടെ ടീമാണ്. അതെ, അതുപോലെ നമ്മുടെ റൺസാം ബ്രോ ആക്ഷൻ സീൻ ഭയങ്കര രസമായിട്ടായിരുന്നു. ഭയങ്കര രസമായിട്ടായിരുന്നു. ഇപ്പോൾ ഡാൻസ് പിന്നെ നമുക്ക് പറയേണ്ട ആവശ്യമില്ല, രജിസ്റ്റർ ആണ്. പക്ഷേ ആക്ഷൻ, റംസാന്റെ ആക്ഷൻ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. ചെയ്യുന്ന ആക്ഷൻസ് ഒക്കെ അടിപൊളിയാണ്. ഈ ആക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിരുന്ന എഫേർട്ട് എന്താണ്? അല്ല, ഈ പണ്ട് തൊട്ട് ഡാൻസിൻ്റെ കൂടെ തന്നെ ഈ കിക്സും അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള സ്ട്രെച്ചിങ്ങും പരിപാടിയും കാര്യങ്ങളൊക്കെ ഞാൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നു. അപ്പം എന്തെങ്കിലും സിനിമയിൽ ആക്ഷൻ ചെയ്യുകയാണെങ്കിൽ ഈ പറയുന്ന പോലെ റോപ്പ് ഇടാണ്ട് ഡ്യൂപ്പ് ഇല്ലാതെ ഒറിജിനലായിട്ടെല്ലാം ചെയ്യണം എന്നൊക്കെ ഒരു ആഗ്രഹമുണ്ട്. പക്ഷേ ഇതിനകത്ത് വലിയ രീതിയിലുള്ള ആക്ഷൻ ഇല്ലെങ്കിൽ പോലും ഉള്ളത് ഭയങ്കര രസമായിട്ട് എൻജോയ് ചെയ്താൽ ചെയ്തത്. മറ്റുള്ളവർ ഈ പറയുന്ന പോലെ റിഹേഴ്സലിന് ഒരുപാട് കുറച്ച് ടെൻഷനൊക്കെ അടിച്ച് അല്ലെങ്കിൽ ഇവിടെ ചവിട്ടണം, അത് കറക്റ്റ് വരണം എന്നൊക്കെ ആലോചിച്ചിരിക്കുമ്പോൾ ഞാൻ കുറച്ചുകൂടി ഫ്രീ ആയിരുന്നു. കുറച്ചുകൂടി എൻജോയ് ചെയ്താണ് ആക്ഷൻ സീക്വൻസ് ഞാൻ ചെയ്തേക്കുന്നത്. മറ്റേ റിയൽ ലൈഫിൽ എപ്പോഴെങ്കിലും യൂസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ ഇങ്ങനത്തെ കിക്കൊക്കെ? അത് നമ്മൾ പറയാൻ പാടില്ല. അപ്പം വന്നിട്ടുണ്ട്. ഇല്ല, നമ്മള് പിള്ളേരായിരുന്ന സമയത്ത് അല്ല, നമ്മൾ ഈ കിക്കൊന്നുമല്ല, നമ്മൾ തല്ലുകൂടാത്ത ആൾക്കാരൊന്നും അല്ലല്ലോ. അത് കഴിഞ്ഞിട്ടാണല്ലോ നമ്മൾ സ്റ്റേജ് വെച്ചപ്പോൾ നന്നാവുന്നത്. അത് ഭാഗത്തേറും തല്ലുകൂടിയിട്ടുണ്ടാവില്ലേ അല്ലേ? പിന്നെ അലമ്പിന്റെ അങ്ങേറ്റായിരുന്നു. ഓക്കെ, അതുപോലെ ആ മതിലിന്ന് വീഴുന്നൊരു സീനില്ലേ ചോദിച്ചു എത്ര തവണ അയ്യോ അത് ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ പറയാ ഡ്യൂപ്പായിരിക്കും. ഡ്യൂപ്പല്ല, വീണിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ പറയാം. പക്ഷെ പിന്നെ അറിയുന്നത് ഒറിജിനൽ ആയിട്ടാണെന്ന്. വീഴുന്ന മതിലേൽ ഇങ്ങനെ കൈവച്ച് ഇങ്ങനെ കൈവച്ച് നിൽക്കണം. അപ്പം ഈ കയ്യം പിടിച്ചിട്ട് ഇങ്ങനെ ആ വണ്ടിയിലേക്ക് പോകുന്നു. അതാണ് പറഞ്ഞത്. അപ്പം എന്നോട് പറഞ്ഞ് ചെറിയ ഹൈറ്റിലുള്ളതായിരിക്കും, നമുക്ക് മതിൽ സെറ്റ് ചെയ്യാം. അപ്പം എനിക്ക് ഹൈറ്റ് ഭയങ്കര പേടിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ഹൈറ്റ് ചെറിയൊരു പേടിയുണ്ട്, പക്ഷെ കുഴപ്പമില്ല, നമുക്ക് ചെയ്യാം. മതിലിൻ്റെ കുഴപ്പമില്ല, ചെറിയ മതിലല്ലേ. മതിലൊന്ന് നോക്കുമ്പോഴേ മതിലിൻ്റെ താഴെ വീണ്ടും കുഴി റോഡും. എൻ്റെ പൊന്നെ, ഇത്രയും ഹൈറ്റ് അതിൻ്റെ മുകളിൽ നിന്നാണ് വീഴേണ്ടത്. കാരണം കാറിൽ കയറി നിന്നിട്ട് എത്തണില്ല. അല്ല, ഞങ്ങൾ ആ മതിലൊക്കെ സെറ്റിട്ടാണ്.
കംപ്ലീറ്റ് മതിൽ ആക്ച്വൽ അല്ല അത്. എന്നിട്ട് ഈ ചാടേണ്ട പോർഷനിൽ മാത്രം ആക്ച്വൽ മതിൽ പോലെയും ബാക്കിയുള്ളത് അല്ലാതെ ഡബിൾ ബോർഡ് വെച്ചിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം അത് ഉണ്ടാക്കും കുറേ കാര്യങ്ങളുണ്ടല്ലോ. അങ്ങനെ ഒരു മതിലിൻ്റെ സ്പേസ് അവിടെ ഇല്ല. ഓൾറെഡി ഒരു കുഴിയാണ്, മതിലുണ്ട്. അപ്പം ഞാൻ ആവശ്യമില്ലാത്ത കോൺഫിഡൻസ് കൊടുത്ത് എന്നോട് പറഞ്ഞു ഞാനൊരു സ്റ്റൂളിൽ കയറി നിന്നിട്ട് ബൾബ് ചേഞ്ച് ചെയ്യാൻ പേടിയുള്ള ആളാണ്, ഇത് ചെറുത് എന്നൊക്കെ പറഞ്ഞു കൊണ്ടതുണ്ട്. എന്നിട്ട് ആ കയറിട്ട് മറ്റേ അല്ല അതിനകത്ത് എന്താ സംബന്ധിച്ചാൽ നമ്മളിപ്പം ഭക്തേട്ടൻ നിൽക്കുന്ന ഗ്രൗണ്ടിൽ നിന്ന് മതിലിന് നല്ല ഹൈറ്റ് ഉണ്ട്. പക്ഷെ ഈ മതിലിന്റെ താഴെ ഒരുപാട് താഴെയാണ് കാറുള്ളത്. ഈ ഗ്രൗണ്ടിന്റെ ലെവലല്ല കാറുള്ളത്, അതിനും താഴെ കാറുള്ളത്. ഞാനത് കിണറ്റിലേക്ക് എടുത്ത് അവരെ അതായത് ഭയങ്കര. പക്ഷെ എത്ര ടേക്ക് പോയി? നമ്മൾ കുറെ ടേക്ക് പോയി. കാരണം എന്താ പറയാ, അത് ഇങ്ങനെ 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 കറങ്ങണം. അത് കറങ്ങി ആദ്യത്തെ കറങ്ങലിൽ ഞാൻ ഇങ്ങനെ മാത്രമല്ല ആളെ മനസ്സിലാവാനും പാടില്ല. കാരണം വളരെ എവിഡന്റ് ആയിട്ട് ഇത് ആളാണെന്ന് മനസ്സിലായാൽ അത് കൺവിൻസിംഗ് ആവില്ലല്ലോ. ആള് മാറിപ്പോയതാണല്ലോ സംഭവം. ആള് മാറി വലിച്ചിട്ടിരിക്കുകയാണ്. നമ്മുടെ ഫ്രണ്ട്സിന്റെ POVയില് ഭക്തേട്ടനാണെന്ന് മനസ്സിലാവരുത്. അതെ അതെ. ചാടി ലാൻഡിങ് എങ്ങനെയുണ്ടായിരുന്നു? ലാൻഡിങ് എങ്ങനെ എനിക്കറിയാം. കറങ്ങി വീഴുമ്പോ ഇവിടെ കണ്ട് അടി കിട്ടിയതിനു ശേഷം വീണ്ടും റീടേക്ക് പറഞ്ഞു. പിന്നെ ഞാനും എനിക്ക് കിളി പോയിട്ട് ഇത് ഏത് ജില്ല സൂപ്പർ സൂപ്പർ. അല്ല അത് ഇതിന്റെ ഒക്കെ അപ്പുറം ഇത് എടുക്കുന്നത് രാത്രി 12 മണി 1 മണി 2 മണി സമയത്താണ് എടുക്കുന്നത്. അപ്പൊ ഒന്നാമത് നമ്മൾ ഭയങ്കര എക്സോസ്റ്റഡ്. അതിന് മുന്നേ വേറെ ഷോട്ടൊക്കെ ചെയ്ത് എനിക്കും ശബരീഷേട്ടനും എനിക്കൊന്നും വലിയ കുഴപ്പമില്ല. കാരണം ഇനി കാറിൽ ഇരുന്നാൽ മതി, ചെറിയ ആക്ഷൻ കാണിച്ചാൽ മതി. ചേട്ടനാ ചെയ്യേണ്ടത്. ചേട്ടൻ ഈ രാത്രി 2 മണി 3 മണി ആക്ഷൻ പിന്നെയും പോക്ക് ആക്ഷൻ പിന്നെ ചേട്ടൻ ഇതായിരുന്നു പരിപാടി. ആ സമയത്ത് 6 മണിക്ക് ലൈറ്റ് വരുന്നവരെ ഷൂട്ട് ചെയ്യും എല്ലാ ദിവസവും. ഷെഡ്യൂൾ അങ്ങനെയായിരുന്നു. വൈകുന്നേരം 7 മണിക്ക് തുടങ്ങി രാവിലെ ലൈറ്റ് 6:30 ആകുമ്പോൾ ലൈറ്റ് ഒക്കെ വരുമ്പോൾ നിർത്തിയിട്ട് ഈവനിങ് ഉച്ചയ്ക്ക് ശേഷം വീണ്ടും ആഗ്രഹം ഉണ്ടായിട്ട് നിർത്തുമല്ല, ലൈറ്റ് വന്നുകൊണ്ട് നിർത്തുന്നത്. ലൈറ്റ് വരാൻ പ്രാർത്ഥിച്ച ദിവസങ്ങളായിരിക്കും ആ വീണ ദിവസം. എങ്ങനെയെങ്കിലും തീർന്ന കാരണം അവര് തൂക്കിറക്കണെങ്കിൽ അല്ല ഭയങ്കര ഇഞ്ചുറി ഒക്കെ കാലിനൊക്കെ റോപ്പ് തട്ടി കുറച്ച് മറ്റേ ഇപ്പൊ ലാലേട്ടൻ എന്താ സൈക്കിളിൽ കാണാം ഒരു പാട് പാടായി അവിടെ. അതെ, മൊത്തത്തിൽ ടീം മൊത്തം ശരിക്കും പറഞ്ഞാൽ ഒരു എന്താ പറയാ സാഹസം തന്നെയായിരുന്നില്ലേ സിനിമ. ഞാൻ ഇടി അടിച്ച് കിളി പറഞ്ഞ പോലെ നിൽക്കുന്നത് ഒരിക്കലും ജീവനെ നേരിട്ട് നമ്മൾ അങ്ങനെ കണ്ടിട്ടില്ലാത്തോണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ജീവിതത്തിൽ ഗുണം എത്ര അടിച്ചാലും പുറത്തറിയില്ല. നമ്മളങ്ങനെയുള്ള സീനിയേഴ്സിനോടല്ലേ വർക്ക് ചെയ്യുന്നത്. അങ്ങനെ ഒരു സീൻ ചെയ്യണതിന് മുമ്പ് ഈ കൂട്ടത്തിൽ ആരെങ്കിലും ഒരു അനുഗ്രഹം മേടിക്കാൻ പറഞ്ഞെടുത്തു ഏത് സീൻ ഉദ്ദേശിച്ചത്? വെള്ളം കുടിക്കുന്നത് അടിച്ച് കിളി പോണത് എന്തോ ആയിക്കോട്ടെ. ഞാൻ പറഞ്ഞ സീനില്ലേ, അതിപ്പോ നമുക്ക് 6:30 അനുഗ്രഹം വായിക്കാം. നമ്മള് സെറ്റിൽ ആരെ നോക്കിയാലും ഒരാളുടെ അനുഗ്രഹം നമുക്ക് വായിക്കാം. നമ്മള് ടിപ്സ് പറഞ്ഞവർക്ക് ഞാൻ പറഞ്ഞിരിക്കണ്ടായിരുന്നു. നമ്മളെല്ലാരും ചെറുതായിട്ട് അടിക്കുന്ന ആൾക്കാരല്ലേ. അപ്പൊ പിന്നെ ഐശ്വര്യമായിട്ട് എല്ലാരും ചെറുതായിട്ട് അടിക്കണം എന്ന് പറഞ്ഞപ്പോ ബ്രോ എന്റെ പേര് ഈ കൂട്ടത്തിൽ പറയുന്നില്ല. ഞാൻ ഈ കൂട്ടത്തിൽ അതിൽ ആ പൊടി വലിക്കുന്ന സീനൊക്കെ അത് ശരിക്കും കയറി പോകുന്നുണ്ട്. അതൊരു ഒരു ഗ്ലൂക്കോസാ. അതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ആ ഗ്ലൂക്കോസ് പൊടി വലിച്ചിട്ട് അതിന്റെ കൂടെ വേപ്പ് വലിക്കുന്നുണ്ട്. അപ്പൊ അത് നമ്മുടെ ആർട്ട് അങ്ങനെ അത് നേരെ വലിച്ചത് ഇവിടെ പോയി ഉരുകുന്നുണ്ട്. കുറച്ചു നേരത്തേക്ക് ഇത് ഇവിടെ ഇരുന്ന് കറക്റ്റ് ഒരു ബ്ലോക്ക് പോലെ വന്നിട്ട് അവിടെ ഇരുന്ന് ഈ സ്മോക്ക് കാരണം അതിങ്ങനെ ചെറുതായിട്ട് ഉരുകിയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് അവിടെ തന്നെ ഇവന്റെ ഒരു ഇടിയും കിട്ടുന്നുണ്ട്. 3 ദിവസം ഒന്ന് ഇവിടെ ഉരുകിയിട്ട് അത് കുറച്ചു നേരത്തേക്ക് നമുക്കിങ്ങനെ ഇങ്ങനെ എടുക്കുമ്പോൾ ഒരു ഇവിടെ ഒരു എന്തോ ഇരിക്കുന്ന ഒരു ഫീൽ ഉണ്ട്. അതിന്റെ കൂടെ അവിടെ നാട്ടിലുള്ള പൊടി മുഴുവൻ വലിച്ചു കയറ്റുന്നുണ്ട്. അതിന്റെ കൂടെ കണ്ടില്ലേ ഇങ്ങനെ ഒരു 3-4 ഇടി. അത് 4ാമത്തെ ഇടിയിൽ ചെറുതായിട്ട് എന്റെ ടൈമിംഗ് ഒന്ന് മാറിയപ്പോ ദിബിടം കിട്ടിയായിരുന്നു. അങ്ങനെ മൊത്തം ഇവന്റ് ആയിരുന്നു. മൊത്തം കളർഫുൾ ആയിരുന്നു കഴിയുന്ന പറയാം അല്ലേ. ഓക്കെ, എന്തായാലും ഇതിലിപ്പോ വർക്ക് ചെയ്തേക്കുന്ന ഒരു ക്രൂ ഉണ്ടല്ലോ, നമ്മുടെ പുറകിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് നമ്മൾ ഫ്രെയിമിലല്ലാതെ. അവരെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഞാൻ നേരത്തെ പറഞ്ഞില്ല, അതായത് ഇവിടെ ഈ സിനിമയ്ക്ക് എല്ലാ സിനിമയ്ക്കും അങ്ങനെ ആയിരിക്കും, പക്ഷേ സ്പെസിഫിക്കലി ഈ സിനിമയ്ക്ക് ഒരാളില്ലാതെ ഇതിനകത്ത് ഏതെങ്കിലും ഒരാൾ കറക്റ്റ് അല്ലെങ്കിൽ ഇപ്പം എൻ്റെ കൂടെ എൻ്റെ കോറൈറ്റർ യദു ഉണ്ട്, എൻ്റെ ചീഫ് അസോസിയേറ്റ് പാർത്തനുണ്ട്, എൻ്റെ മൊത്തം ഡയറക്ഷൻ ക്രൂ ഉണ്ട്, പിന്നെ പറഞ്ഞിരിക്കേണ്ട ആളാണ് ഫീനിക്സ് പ്രഭു നമ്മുടെ ആക്ഷൻ കൊറിയോഗ്രാഫർ. അവരുടെ കൂടെ വന്ന ഫൈറ്റേഴ്സ് ഉണ്ട്. കൊങ്ങാടനെയും കൂടെ ഒന്ന് പറഞ്ഞു. ആർട്ടില് നമ്മുടെ കൊങ്ങാടൻ ബ്രോ ഉണ്ട്. അതായത് കൊങ്ങാടൻ ഭയങ്കര എന്താണെന്നറിയോ, നമ്മള് ഫ്ലാറ്റിലെ ഫൈറ്റ് സീക്വൻസ് കണ്ടില്ലേ, ബുള്ളറ്റ് വെച്ചിട്ടുള്ള പരിപാടി. അപ്പൊ
ഒരു ദിവസം ചെല്ലുമ്പോൾ ഫുൾ വെടിവെപ്പാണ്. എല്ലാം അടിച്ചു പൊളിക്കുന്നു, മറ്റേ ഗ്ലാസ് പൊളിക്കുന്നു, വാതിൽ പൊളിക്കുന്നു, മിറർ പൊളിക്കുന്നു, ബാത്റൂമിന്റെ ഡോർ പൊളിക്കുന്നു, മെയിൻ ഡോർ പൊളിക്കുന്നു. ഇത് നമ്മൾ രാത്രി ഷൂട്ട് കഴിഞ്ഞ് പാക്കപ്പ് പറഞ്ഞു പോകും. ഈ കൊങ്ങാട്ടിനും ബാക്കിയുള്ള ആട്ടിൽ എല്ലാവരും കൂടി ഇരുന്ന് അന്ന് രാത്രി ഇരുന്ന് ഫുൾ ഫ്രഷ് ആക്കണം. കാരണം പിറ്റേ ദിവസം ഫ്ലാറ്റ് പുതിയതായിട്ടുള്ള സീനിലേക്ക് വരണം. അതായത് ആ ഫ്ലാറ്റ് മുഴുവൻ വെടിവെച്ച് പൊട്ടിച്ചിട്ട് മൊത്തം പൊളിച്ചിട്ടേക്കായിരുന്നു. സാധാരണ സിനിമയിൽ വെടിവെപ്പ് കഴിഞ്ഞ പോലെ അല്ല, ഇതൊരു ഉത്സവം കഴിഞ്ഞ 11 മണിക്ക് അങ്ങോട്ട് പാക്കപ്പ് ആയിട്ട് രാവിലെ 7 മണിയാകുമ്പോൾ പഴയ പോലെ ഫ്ലാറ്റ് ആക്കണം. മൊത്തം ഫ്ലാറ്റ്, TV, ഫ്രിഡ്ജ് മുതൽ പൊട്ടിച്ച എല്ലാം തിരിച്ചു. അല്ല, നമ്മള് പിറ്റേ ദിവസം രാവിലെ ഷൂട്ടിംഗ് ലൊക്കേഷനിലോട്ട് വരുമ്പോൾ ചായ കുടിക്കാനായിട്ട് സെറ്റ് ഒന്നും കാണുമല്ലോ. ഞാൻ സെറ്റിലേക്ക് വരുമ്പോൾ കൊങ്ങാട്ടിരുന്ന് ബാക്കി എല്ലാം തുടച്ച് ക്ലീൻ ചെയ്തോണ്ടിരിക്കുക. സെറ്റ് എല്ലാം കൊങ്ങാട് മാത്രമല്ല കേട്ടോ. ഇത്രയും വർക്ക് ചെയ്തിട്ടുണ്ടാവും ഒരു രാത്രി. ചിലപ്പോൾ അവർക്ക് പ്രോപ്പർ ഉറക്കം കിട്ടി കാണത്തില്ല. രാവിലെ വരുമ്പോൾ വേണേ ഉറക്ക ക്ഷീണത്തോടു കൂടി എന്തുണ്ടെന്ന് പറഞ്ഞാൽ അത് അങ്ങനല്ല. തുടങ്ങണ്ടേ ഈ നൈറ്റ് ഷൂട്ട് തന്നെ. ഈ നൈറ്റ് ഷൂട്ട് പൊടി അടിക്കണം. ഇവിടെ നോക്കുമ്പോ കൊങ്ങാട പൊടി അടിക്കുന്നുണ്ടാവും, അവിടെ നോക്കുമ്പോ ഗ്ലാസ് കൊടുക്കി വെക്കുന്നുണ്ടാവും, ഇവിടെ അഭിനയിക്കുന്നുണ്ടാവും. അങ്ങനെ ഒരേ സമയത്ത് തന്നെ 5 സ്ഥലത്ത് കണ്ടവരുണ്ട്. എല്ലായിടത്തും പാട്ടിന്റെ ഷൂട്ടിംഗ് ആണെങ്കിലും ഏത് സീനിന്റെ ഷൂട്ടാണെങ്കിലും നമുക്ക് മ്യൂസിക്കിന്റെ ഒരു പ്രീ കമ്പോസ്ഡ് മ്യൂസിക് ബിബിൻ തരും. അത് പ്ലേ ചെയ്തിട്ടുണ്ടാവും. അവിടെ ഒക്കെ പാട്ടാണ്, ഓളമാണ്, എല്ലാം ഒരു 30-45 ദിവസത്തെ ഉത്സവമാണ്. അപ്പൊ പാട്ടൊക്കെ പ്ലേ ചെയ്തിട്ടാണ്. നല്ല വൈബായിരുന്നു ശരിക്കും അല്ലേ? അല്ല, അതുപോലെ പറഞ്ഞാണ് പ്രൊഡക്ഷനിലെ ചേട്ടന്മാര്. നമ്മള് രാത്രി ഈ പറയുന്ന പോലെ വെളുപ്പിന് നമ്മുടെ കൂടെ അവര് നിൽക്കും. 10 ദിവസം ഷൂട്ട് നൈറ്റ് ആയിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ് നമ്മൾ പാക്കപ്പ് പറയുമ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ പോകും. അവര് അതെല്ലാം ക്ലീൻ ചെയ്ത് ഈ പറയുന്ന പോലെ ആ സൈഡ് ചിന്തിക്കുമ്പോ അവര് പിറ്റേ ദിവസം നമ്മൾ റെഡി ആകുമ്പോ എല്ലാം പാക്ഡ് ആയിട്ട് കുറച്ചുകൂടെ ഒരു എക്സ്ട്രാ സ്നേഹം അവരോടുണ്ട്. കാര്യം 2:30 ഗുഡ് ഡേ ചോദിച്ചാൽ കൊടുക്കും, 4 മണിക്ക് ഗുഡ് ഡേ ചോദിച്ചാൽ കൊടുക്കും. എത്ര ഫുഡ് ഉണ്ടല്ലോ. ഞാൻ നമ്മുടെ കഴിഞ്ഞ റിലീസിന് മുമ്പുള്ള ഇന്റർവ്യൂസ് എടുത്ത് നോക്ക്. റംസാനും ഗുഡ് ഡേയും തമ്മിലുള്ള വൈകാരികമായ ബന്ധത്തെ പറ്റി നമ്മൾ ഒരുപാട് എനർജി ബൂസ്റ്റർ ചായയിൽ ബിസ്ക്കറ്റ് ഒക്കെ കഴിക്കുന്നതാണ്. അതൊക്കെ ചോദിക്കാം. ആളാണ്. അതായത് ഈ പറയുന്ന 43 ഡേയ്സിൽ ഇത് തീർത്തിട്ടുണ്ടെങ്കിൽ ഒറ്റ മനുഷ്യനാണ് ആൽബി ചേട്ടൻ. കാരണം രാവിലെ ഒരു ബ്രീഫിംഗ് ഉണ്ട്, ക്യാമറ എന്തൊക്കെയാണ് നമ്മൾ എടുക്കാൻ പോണെന്നുള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു പോക്കാണ്. കാരണം അത് ഫുൾ അങ്ങ് ഫീഡ് ചെയ്യും. ഓക്കെ, പിന്നെ ഒരു പോക്കാണ്. അതിന്റെ കൂടെ പിടിച്ചോളണം എൻ്റെ ക്രൂ. അതായത് ഗ്യാപ്പില്ല. അപ്പൊ ഈ ലൈറ്റൊക്കെ പോവാൻ തുടങ്ങുമ്പോൾ ടെൻഷൻ ആവും. പിന്നെ പുള്ളിക്ക് ഭയങ്കര ഷെഡ്യൂളിംഗ് ഭയങ്കര അടിപൊളിയാ. എന്നുവെച്ചാൽ ഉച്ചയ്ക്കുള്ള ഇത്ര ഷോട്ട് അതെല്ലാരും അങ്ങനെയാണ്. അപ്പം ഞാനും ഹരിയും കൂടി നിൽക്കുന്ന ഒരു ഷോട്ട് ഉണ്ട്. ലൈക് ബാൽക്കണിയിൽ വന്നിട്ട് ബാബുചേട്ടൻ വന്നപ്പം ഹീസ് ക്യൂട്ട് ബ്രോ എന്നൊക്കെ ഹരി പറയുന്ന സീക്വൻസ് ഉണ്ട്. അപ്പൊ അതിന്റെ ഡയലോഗ് ഇങ്ങനെ കിടക്കുക. അപ്പൊ നമ്മൾ ഇത്ര ഡയലോഗ് നമ്മൾ പറഞ്ഞാൽ ചിലപ്പോൾ പാളും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ തന്നെ കുറച്ച് ഓൾട്ടർ ചെയ്ത് ചോദിച്ചു ഇത് ഇങ്ങനെ ചെയ്താലോ എന്നൊക്കെ ചോദിച്ച് നമ്മൾ ഫിക്സ് ചെയ്തു. അപ്പൊ നമ്മുടെ ആൽബി ചേട്ടൻ ക്യാമറ വെച്ചോണ്ട് ഇപ്പുറത്ത് നിൽക്കുക. അപ്പൊ നമ്മള് തെറ്റിക്കുന്നു വെച്ചാല് ഹരി ഒരെണ്ണം തെറ്റിക്കുമ്പോൾ ഞാൻ ശരിയാക്കും, അടുത്തത് ഞാൻ തെറ്റിക്കുമ്പോൾ ഹരി ശരിയാക്കും. അങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. ആൽബിച്ചനെ കുറച്ചുണ്ട് ഒന്ന് ചെയ്യുന്ന കുറച്ച് അതിന്റെ ഫുഡ് കഴിക്കേണ്ടതായി. അപ്പൊ ചേട്ടൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉച്ചയ്ക്കുള്ളിൽ ആ ഷോട്ട് എടുത്ത് തീർക്കണം. അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം കുറച്ച്, അല്ലെങ്കിൽ ഇന്നത്തെ ടൈം കുറച്ച് എക്സ്റ്റെൻഡ് ആവും. പിന്നെ നാളെ അതെടുക്കാൻ ബാക്കി വരും. പിന്നെ ഒരു ദിവസം എക്സ്ട്രാ 42 എന്നുള്ളത് 43 ആവും. ഷെഡ്യൂൾ മാത്രമല്ല, അത് ആ ഷെഡ്യൂൾ പിടിക്കാൻ വേണ്ടി ഒരു ഷോട്ട് കോംപ്രമൈസ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും പ്രൊഡക്ഷൻ ക്വാളിറ്റി കാണുമ്പോൾ ഒരു ഷോട്ട് കോംപ്രമൈസ് ചെയ്യുന്നില്ല. അതിന്റെ ലൈറ്റിംഗ്, അതിന്റെ ബാക്ക് ലൈറ്റിംഗ് ആണെങ്കിൽ അതിന്റെ കാര്യങ്ങളൊക്കെ ഉറപ്പിച്ചിട്ടല്ലാതെ ചെയ്യില്ല. ഇതില് കുറെ വണ്ടികൾ വെച്ച് കുറെ അഭ്യാസങ്ങളാണ് സാർ. ആ ക്ലൈമാക്സിലേക്ക് ആ വണ്ടി ചാടി കയറി വന്ന് നിൽക്കുമ്പോ എല്ലാരും ഓടി മാറൂലേ? അപ്പൊ ആ വണ്ടി ഓടിച്ചിരുന്ന ആളെ പരിചയം ഉണ്ടായിരുന്നോ? തൊട്ട് മുമ്പ് സംസാരിച്ചിട്ടുണ്ടോ അയാളോട്? ഇടികൊണ്ട് ജീവ ഓൾറെഡി പോയല്ലോ. എടുത്തോണ്ട് പോകുന്നത്. അപ്പൊ ഗൗരിയും ഇവരാണ് നിൽക്കുന്നത് സ്റ്റേജിനകത്ത്. അത് ഗൗരി തന്നെയാണോ ചെയ്തേക്കുന്നത്? ചാടുന്ന ഗൗരി തന്നെയാണ്. അതല്ലോ ഇതിലെ വണ്ടികൾ ഡിസൈൻ ചെയ്തേക്കുന്നത് ഭയങ്കര രസമായിരുന്നു. ഇവരുടെ വണ്ടിയാണെങ്കിലും 800 വണ്ടി ഒരു ക്യാരക്ടറായിട്ട് അതെ അതെ ബൈച്ചേട്ടനായിട്ടുള്ള ചെയ്യാൻ ഭയങ്കര പാടാണ്. പുള്ളിക്കാരൻ ചിരിപ്പിച്ച് കൊല്ലും നമ്മളെ. കൗണ്ടർ രക്ഷയില്ലാണ്ട് നല്ല രസമായിരുന്നു. അത്രയും നമ്മള് ചെറുപ്പം തൊട്ടേ കണ്ട് ആരാധിക്കുന്ന 2 മനുഷ്യന്മാര്, ബൈച്ചേട്ടന് വന്ന് ബാബുവിനി, രണ്ടുപേരും കൂടുതൽ സ്ക്രീൻ ഷെയർ ചെയ്യാന്ന് പറഞ്ഞാൽ അത് ബൈച്ചേട്ടനെ നമ്മൾ കഴിഞ്ഞ ദിവസം ഒന്നുകൂടി മീറ്റ് ചെയ്തായിരുന്നു. അപ്പൊ ബൈച്ചേട്ടൻ പറഞ്ഞ ആദ്യത്തെ കാര്യം, എനിക്ക് ഇപ്പോഴും ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് അറിയില്ല എന്നാ. പുള്ളി കഴിഞ്ഞ ദിവസം കഴിഞ്ഞിട്ട് പറഞ്ഞു
എന്റെ വിവരം 10-40 വർഷമായി ഞാൻ സിനിമയിൽ അഭിനയിക്കുന്നത്, ഇതുവരെ ഇതുപോലെ മനസ്സിലാവാത്തൊരു സ്ക്രിപ്റ്റ് ഞാൻ അഭിനയിച്ചിട്ടില്ല. പുള്ളിയുടെ സീൻ ചെയ്തിട്ടും പോയി. പുള്ളിക്ക് കാര്യങ്ങളുടെ പുള്ളിയുടെ പരിപാടികൾ എന്താണെന്ന് അറിയാം, പക്ഷെ ഈ കുറച്ച് നേരം ഈ കൺഫ്യൂഷൻ കേട്ട് കഴിയുമ്പോൾ ഈ കാണുന്നതിനെക്കാട്ടും കോംപ്ലിക്കേറ്റഡ് ആണല്ലോ ഇത് കേൾക്കുമ്പോൾ. അപ്പൊ ഇയാൾ അവയാണ് ആദ്യമൊക്കെ ബൈച്ചേട്ടൻ ചോദിക്കായിരുന്നു ഇത് പറഞ്ഞു മനസ്സിലാക്കി നമ്മൾ കുറച്ച് ബാക്ക് ചെയ്ത് പറയണല്ലോ. അങ്ങനെ രണ്ടെണ്ണം ചോദിച്ചു അല്ലേ വേണ്ട വിട്ടായി ഓട്ടത്തിൽ പിടിച്ചോളാം. ആ ലാസ്റ്റ് ഒരു അടി കിട്ടൂലേ, ആ അടി കൊള്ളുന്ന സീനൊക്കെ ശരിക്കും കിട്ടണ പോലെ ഉണ്ടായിരുന്നു. അത് ഞാൻ പറഞ്ഞില്ലേ, ഈ പടത്തിലെ ഇപ്പൊ ഒരു ഡയലോഗ് ഇപ്പൊ ചാള പിടിക്കാം, ഈ സീൻ റിപ്പീറ്റ് വരുമ്പോൾ അടുത്തതും പറയുന്ന പറഞ്ഞിട്ട് ഓഡിയൻസ് പറയുന്നത് കേട്ടു. ഞാൻ ഇന്നലെ കണ്ടു ആ പടം പോയി, ഇന്നലെ വനിതയിൽ ഞാൻ പോയി, ഇന്നലെ ഇതേ ഞാൻ തുടക്കം കണ്ട ആ വൈബ്, അതിനെക്കാട്ടി വൈബ് കൂടി. കാരണം റിപ്പീറ്റ് ആയിട്ട് ആൾക്കാർ കാണാൻ വരുന്നുണ്ടെന്ന് മനസ്സിലായി. വീണ്ടും ആ ഡയലോഗുകളൊക്കെ പറഞ്ഞു തുടങ്ങി. കയ്യിൽ നിന്ന് ഇടാറുണ്ടോ? അതെന്നാ പോയൊക്കെ കൈ നിട്ടാണ്. എല്ലാരും കൈ നിട്ടിട്ടുണ്ട്, എല്ലാരോടും കൈ നിടാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മളെ ക്യാരക്ടർ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് കൈ നിട്ടാലും ബോണസാണ്. അത് കിട്ടിക്കഴിഞ്ഞല്ലോ ആളെന്താണ്. നമ്മള് ഇതുപോലെ എനിക്ക് ഓർമ്മയുള്ളത്, ഞാൻ ഈ സിനിമയില് അവസാന ഘട്ടത്തിൽ ഉണ്ടാവുന്ന ഒരു വ്യക്തിയാണ്. അപ്പോ എന്റെ ഫസ്റ്റ് ഡേ ഷൂട്ട് തന്നെ ഇൻഫോ പാർക്കിൽ കുറച്ച് മറ്റേ ഫസ്റ്റത്തെ സീനൊക്കെ കഴിഞ്ഞ് ആ പ്രശ്നം സോൾവ് ചെയ്തിട്ട് പിന്നെ കാണിക്കുന്ന സീനാണ്. അപ്പോൾ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു ഞാൻ എങ്ങനെ ഈ മീറ്റർ പിടിക്കണം. അപ്പൊ ഞങ്ങളിങ്ങനെ സംസാരിക്കും. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോ ഇനി പൊക്കോ എന്നായിരുന്നു. മീറ്റർ കിട്ടി. അതാണ് നമ്മൾ അതുവരെ പിടിച്ചു കൊടുക്കണം തോന്നാറുള്ളൂ എനിക്ക്. ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടല്ലോ, ആ ഒരു സാധനം കിട്ടി. ഇനി കുഴപ്പമില്ല, ഇനി പോന്നാലും അതില് കറക്റ്റ് ആയിട്ട്. അല്ലാതെ വീട്ടിൽ പൊക്കോളന്നല്ല അതിൽ ആ ഓടുന്ന സാധനമൊക്കെ ഇല്ല, ഇൻഫോ പാർക്ക് ഫസ്റ്റ് ഡേ ഓട്ടോ വരുന്നു. ഇങ്ങനെയൊക്കെ ബോഡി വർക്കൗട്ട് ചെയ്യാറുണ്ടോ? ഉണ്ട്, അതുകൊണ്ട് പിന്നെ കുഴപ്പമുണ്ടായിരുന്നില്ല. ബോഡി പണ്ടാരം തുടങ്ങിയത് ആദ്യം ബാബുചേട്ടൻ ഓടിക്കും, അവിടെ നിന്ന് വന്നു കഴിയുമ്പോ ഇവര് ഓടിക്കും. പുള്ളി ഫുള്ള് ഓട്ടമായിരുന്നു. ഫുള്ളോട്ടോ, സത്യം. അതും ആ കോസ്റ്റ്യൂമും എല്ലാം ഇട്ടിട്ടല്ലേ, അത്യാവശ്യം ഹെവി കോസ്റ്റ്യൂമിൽ എല്ലാം വെച്ചിട്ടാണ് എക്സ്പ്രസ് ഹൈവേ കൂടെ ആ റോഡ് ഇൻഫോ പാർക്കിന്റെ റോഡിൽ കൂടെ ഓട്ടത്തോടെ. ഓ മൈ ഗോഡ്. ജീവ്രോക്ക് ചെയ്യാൻ പേടിയുള്ള സംഭവം എന്താ? ഫൈറ്റ് ആണോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പേടി? സാഹസങ്ങളാണ്. എനിക്ക് ഹൈറ്റ് പേടിയാ. പക്ഷെ ഈ പറഞ്ഞ പോലെ ഈ നമുക്ക് ഇഷ്ടപ്പെട്ട നമ്മളായിട്ട് തെരഞ്ഞെടുത്ത പിന്നെ പ്രൊഫഷൻ പാഷനായിട്ട് എന്റെ പുറകിന് വന്നതല്ലേ. ഇപ്പൊ സിനിമയ്ക്ക് വേണ്ടി എന്തും ചെയ്യുന്നുള്ള കാര്യം ആ പറയുന്ന രാത്രി ഇടിയിട്ട് ഞാൻ എന്റെ പ്രോപ്പർ ഒരു ആക്ഷൻ സീക്വൻസ് ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത്. അപ്പൊ അതിന് എനിക്ക് ടൈമിങ് പോയി ഇടിയിട്ടും എന്നുള്ളത് അറിയാം. പക്ഷെ എന്നാലും ടൈമിങ്ങിൽ പോയി ഇടി കിട്ടി. പിന്നെ നമ്മളെ രാത്രി പിന്നെ നമ്മുടെ സുപ്രീം സാറിനോട് പറയുന്ന ഫിനിക്സ് പ്രഭു സാറിനോട് പറയുന്നത് അങ്ങനെ, ഞങ്ങൾ ഫുൾ ടൈം പ്രാക്ടീസ് ചെയ്തോളാം, ഷോട്ട് കറക്റ്റ് ആണ്. എന്നാ ഓക്കെ. അവര് ഏറ്റവും ആദ്യം ഡ്യൂപ്പിനെ വെച്ചിട്ടൊക്കെ ഒരുപാട് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ തന്നെ പറഞ്ഞു വേണ്ട ഡ്യൂപ്പ് മാറ്റിക്കോ, പ്രാക്ടീസ് നമ്മൾ തന്നെ ചെയ്യാം, ഇല്ലെങ്കിൽ ടേക്കുന്ന സമയത്ത് തെറ്റിക്കണൊക്കെ ബെറ്റർ അല്ലേ, കുറച്ച് പ്രാക്ടീസ് തീർച്ചയായിട്ടും. ഇതിൽ പിന്നെ നമുക്ക് മെയിൻ ആയിട്ട് എടുത്തു പറയാം കൃഷ്ണ ബ്രോന്റെ കടലും കാറ്റും പ്രേമിക്കല്. ആ സാധനം കയറി ട്രെൻഡായി. പുള്ളി ഇത് കാണുമ്പോൾ, കാരണം ഇതിന്റെ ട്രോള് കുറച്ച് ആളായിട്ടുള്ളതുകൊണ്ട് ആ സാധനത്തിൽ പുള്ളിനെ കണ്ടപ്പോൾ തന്നെ ആൾക്കാർ ചിരിയായിരുന്നു. ഒന്നും കോമഡി ഒന്നും വേണ്ട, പുള്ളി കണ്ടപ്പോൾ ചിരിയായിരുന്നു. ആ പാട്ടും കൂടി വന്നപ്പോൾ ബ്രോ ആയിട്ടുള്ള കണക്ഷൻ എങ്ങനെയാണ്? അല്ല, അത് തുടങ്ങുന്നത് ആ പാട്ട് കൊണ്ടുവരാൻ ഇതിന്റെ സ്ക്രിപ്റ്റിംഗ് പ്രോസസ്സിൽ ആ ഫ്ലാറ്റ് സീക്വൻസ് ആണ് നമ്മൾ ആദ്യം ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതിയൊരു സീൻ. അപ്പൊ അത് എഴുതിയപ്പോൾ തന്നെ ഒരു വിൻറ്റേജ് സോങ്ങിന്റെ റീമിക്സ് ആയിരിക്കും അവിടെ വർക്ക് ആവുക എന്നുള്ളത് തീരുമാനിച്ചു. അത് എന്ത് വേണം എന്നുള്ളതിന് ഒരുപാട് ഡിസ്കഷൻസ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാനും ബിബിൻ ബ്രോവും ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പല പാട്ടുകൾ നമ്മൾ ഡിസ്കഷൻ എടുത്തു. പിന്നെ ഈ ഷൂട്ടിന്റെ കാര്യം പറഞ്ഞാൽ ബിബിനുമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഗുണമെന്ന് വെച്ചാൽ സംസാരമല്ല, ചെയ്യലേ ഉള്ളൂ. അപ്പൊ ഈ സാധനം എങ്ങനെ ഉണ്ടാവും എന്ന് ചോദിച്ചാൽ അപ്പൊ അത് ചെയ്ത് അപ്പൊ ഇപ്പൊ ഷൂട്ടിലാണെങ്കിൽ ഇവിടെ പോയിരുന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു സാധനം ഇട്ടിട്ടപ്പോൾ ജീവയുടെ സ്ലോ മോഷൻ എൻട്രി എങ്ങനെ ഷൂട്ട് ചെയ്യണമെന്ന് പറയുമ്പോൾ പുള്ളി അന്ന് ലംബോർഗിനി സ്റ്റെറാട്ടോ കൊണ്ടുവന്ന ദിവസമായിരുന്നു ഷൂട്ടിന് വേണ്ടിയിട്ട്. അപ്പൊ അന്ന് നമ്മളെല്ലാവരും ആ കാറൊക്കെ ഉള്ള ഒരു കൗതുകമാണ്. അപ്പൊ എല്ലാവരും അവിടെ ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു പൊടയേറ്റിൽ ഇങ്ങനെ കറങ്ങി വരണം എന്ന് പറയുമ്പോൾ പുള്ളി എന്നാ ഓക്കെ എന്ന് പറഞ്ഞ് പോയിട്ട് ഈ ഷോട്ട് എടുക്കാറാകുമ്പോഴേക്കും അവിടുന്ന് മ്യൂസിക് അയച്ചു. കുറച്ച് വണ്ടി ഭ്രാന്തുള്ളതാണ്. അപ്പൊ സോ ഞാൻ പറഞ്ഞു വരുന്നത് അതുപോലെ ഈ റീമിക്സ് ഒരു 3 നോക്കുന്നു. അപ്പൊ തന്നെ അതിന്റെ വർക്ക്ഔട്ട് ചെയ്ത് വരുന്നു. അപ്പൊ ഈ പാട്ട് വന്നപ്പോൾ നമ്മൾ രണ്ടാളോട് ഒരുമിച്ച് യെസ്
ഇതാണ് സാധനം എന്ന് തീരുമാനിച്ചു. പിന്നെയാണ് ഓക്കെ ഇപ്പൊ ഈ പാട്ടാണെങ്കിൽ എന്ന് പറഞ്ഞിട്ടാണ് ഈ കാസ്റ്റിംഗ് ഒക്കെ ഒന്ന് ഇതിലേക്ക് ആ ഇൻട്രോ പറഞ്ഞു തരുമ്പോ നീ ലംബോർഗിനിലാണ് വരുന്നത് എന്നൊക്കെ പറയുമ്പോ എന്താണ് മനസ്സിൽ ചാർജ് ചെയ്തൊക്കെ ഞാൻ പറഞ്ഞില്ലേ എന്റെ ലൈഫിലെ ഫസ്റ്റ് 48 ഫ്രെയിംസ്. അപ്പൊ ഞാൻ ഭയങ്കര എക്സൈറ്റഡാ. ഞാൻ സിനിമ കാണുമ്പോൾ ഇവരെങ്ങനെയാ സ്ലോ മോഷൻ നടക്കുന്നേ എന്ന് ആലോചിച്ച് തുടങ്ങി. നമ്മൾ സിനിമ കണ്ട് തുടങ്ങുന്ന സമയത്ത് സിനിമയിലേക്ക് പറഞ്ഞ ചെറുതിലെ എങ്ങനെ ഒരു സ്ലോ മോഷൻ നടക്കുന്നത് ടെക്നിക്കൽ സൈഡൊന്നും നമുക്ക് അറിയത്തില്ല. സിനിമയോടുള്ള ഇഷ്ടം കൂടി നമുക്ക് എന്താണ് ഈ കാര്യങ്ങളെന്നൊക്കെ അറിഞ്ഞു വരുമ്പോഴാണ് നമുക്കിത് നമ്മളോട് ഇത് പറയുന്നത് സ്ലോ മോഷൻ സീനുണ്ട്. അപ്പോഴും ഇതെങ്ങനെ വർക്കാന്ന് അറിയത്തില്ല. അപ്പൊ എന്നോട് ഇങ്ങനെ ഫുൾ സീൻ പറഞ്ഞു ഇരിക്കുന്നു, താഴെ ലംബോർഗിനി ലോഗോ ഉണ്ടാവും, അവിടെ ഒരു പ്രാണി ഉണ്ടാവും, അതിനെ നോക്കിയായിരിക്കും നിൽക്കുന്നത്, അതിന്റെ കയ്യിൽ ഒരു സിഗരറ്റ് ഉണ്ടാവും അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടാവും, ദേഷ്യത്തിലാണ്. അവിടുന്ന് അതിനെ ചവിട്ടിയിട്ട് ഷംസു ഇനി അവൻ വേണ്ടാന്ന് പറഞ്ഞ് എഴുന്നേറ്റ് നടന്നു വരണം. ഇത്രയേ ഉള്ളൂ. ഇത് എങ്ങനെ നടക്കണം ആ മൂഡ് മാത്രമേ ഉള്ളൂ. പിന്നെ ആ സമയത്ത് ഈ സ്റ്റെറാറ്റോ എല്ലാം കൂടെ കണ്ടപ്പോ ചാർജ് ആയി. നമ്മൾ നടക്കാൻ തുടങ്ങിയ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു മ്യൂസിക് കേൾക്കുന്നു. ഇത് ഈ സീനിന് വേണ്ടിട്ട് ഇപ്പൊ ചൂടപ്പം പോലെ ചെയ്തു തന്നാണ്. അത് കേൾക്കുമ്പോ തന്നെ ആ കൊള്ളാലോ. പക്ഷെ അന്ന് പിന്നെ ചെറിയ സിഗാറ വലിച്ചു. അപ്പം എനിക്ക് സിഗാറ വലിച്ച ശീലമില്ല. ആദ്യത്തെ 2-3 പിന്നെ ഷോ ടേക്കിന് ഇങ്ങനെ 2-3 വലിച്ചു. 4-ാമത്തെ എഴുന്നേറ്റ് നടക്കുന്നത്. അപ്പൊ 4-ാമത്തെ വലിച്ചപ്പോ തലക്ക് കയറിയിട്ട് ഇങ്ങനെ പോയത്. ലംബോർഗിനിയുടെ ചേർന്ന് നടന്നു പറഞ്ഞാൽ അപ്പൊ ആ മൂലയ്ക്ക് വരുമ്പോ നീ ഒന്നുകൂടെ വലിച്ചോ, കാര്യം ആ വളവിൽ വെച്ചിട്ട് ആ പുക കിട്ടണം, വരുന്നു ഇങ്ങനെ തട്ടണം, വണ്ടിക്കകത്ത് കയറണം, പോണം. പറഞ്ഞ സിമ്പിൾ. 2-3 വലിച്ചു എഴുന്നേറ്റിട്ട് കറങ്ങി. ലംബോർഗിനി ഇവിടെ, ഞാൻ ഇവിടെ. ചേട്ടൻ ഇങ്ങോട്ടാണ് കയ്യിന്നിടണോ അങ്ങനെ. നീ അത്രയും പോണ്ട, ഒരു 2 മിനിറ്റ് തരാം, ഒന്ന് സെറ്റിൽ ആയിക്കോട്ടെ. പിന്നെ എന്താന്ന് വെച്ചാൽ അഭിനയിക്കുന്ന ആൾക്ക് മാത്രമല്ല, അങ്ങനെ ഒരു മ്യൂസിക് സെറ്റിൽ പ്ലേ ചെയ്യുമ്പോഴേക്കും 10-200 അല്ലെങ്കിൽ 150 ആളുകൾ അങ്ങ് ചാർജ് ആവും. തീർച്ചയായിട്ടും സെറ്റ് അങ്ങ് ഹൈ ആവും. അല്ല ഇത് ഒരു സീനിലല്ലാട്ടോ, എല്ലാ സീനിലും ചൂടപ്പം പോലെ ചേട്ടൻ മ്യൂസിക് തന്നോണ്ടിരുന്നു. ഇപ്പൊ നമ്മുടെ ബ്രേക്കപ്പ് സീനിലുള്ള റൊമാൻറ്റിക് ട്രാക്ക് ആണെങ്കിലും ഫ്ലാറ്റിലുള്ള മറ്റേ ഫൈറ്റിന്റെ സമയത്തുള്ള ട്രാക്ക് ആണെങ്കിലും എന്തോ അപ്പൊ റെഡി ആയിരുന്നു. അടിപൊളി. ഞാനത് ആക്ച്വലി ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട്, ഈ സെറ്റിൽ പോകാറുണ്ട്. അപ്പൊ മൊത്തത്തിൽ കാണുമ്പോ ഒരു കാണുമ്പോൾ തന്നെ അങ്ങനെ തോന്നും ചില കാര്യങ്ങൾ. ഇപ്പൊ ഒരു ടാഗ് ലൈൻ കിട്ടി. ഇനിയിപ്പോ ബിബിൻ ബ്രോനെ കുറിച്ച് പറയുമ്പോ അവൻ പറയത്തില്ല, അവൻ അങ്ങ് ചെയ്യേ ഉള്ളൂ. സാധനം എല്ലാരും അങ്ങനെ പറയട്ടെ. പിന്നെ ഇതില് നേരത്തെ ക്രൂവിന്റെ പറഞ്ഞപ്പോ എഡിറ്റർ നമ്മളെ ഭയങ്കരമായിട്ട് കൂടെ നിന്നു. ഇപ്പോൾ സാധാരണ ഒരു എഡിറ്റ് കഴിഞ്ഞ് അതിന് BGM ചെയ്തു, നമ്മളങ്ങനെയല്ല. ആദ്യം ഒരു എഡിറ്റ് വന്നു, പിന്നെ മ്യൂസിക് ചെയ്തു, അതിനനുസരിച്ച് ആള് പിന്നെയും റീ എഡിറ്റ് ചെയ്തു. അങ്ങനെയൊക്കെ സ്റ്റുഡിയോ കഴിഞ്ഞ് കുറച്ച് അടുത്താണ് കിരൺ ഭായിയുടെ സ്റ്റുഡിയോ. കിരൺ ദാസ് ആണല്ലോ നമ്മുടെ എഡിറ്റർ. അപ്പം അവിടെ നിന്ന് ഒരു കട്ട് ഇങ്ങോട്ട് വരുന്നു. അപ്പം നമ്മൾ അവിടെ ഇരുന്നിട്ട് അപ്പൊ തന്നെ അത് മൊത്തം RR ചെയ്തിട്ട് ഈ RR-അനുസരിച്ച് പിന്നെ എഡിറ്റ് ചെയ്യാൻ പറയും. അപ്പൊ പിന്നെ പുള്ളി ഇരുന്നിട്ട് കട്ടിനും ബീറ്റിനും കട്ട് ചെയ്യും. അപ്പൊ കട്ട് ചെയ്തിട്ട് തിരിച്ചു വരും. ഇവിടെ അങ്ങോട്ട് ഞാൻ ഒന്നുകൂടി മ്യൂസിക് പറ്റും. അതായത് റിത്തമ്മിൽ കട്ട് ചെയ്യും വീണ്ടും. ചില എഡിറ്റില് ചിലപ്പോ എഡിറ്റ് മ്യൂസിക്കിനനുസരിച്ച് എഡിറ്റ് ചെയ്താൽ ചിലപ്പോ സീനിന്റെ ഭംഗി പോകുന്നു പറഞ്ഞു, പിന്നെ മ്യൂസിക് മാറ്റും. അങ്ങനെ 2-3 ഓക്കെ. ഇതുപോലെ മൊത്തത്തിൽ പറയണെങ്കിൽ ഇത് ഫുള്ള് എന്താ പറയാ, ഒരു ക്യാപ്റ്റൻ ഓഫ് ഷിപ്പ് ഒരാളുണ്ടാവുമല്ലോ, അത് നമ്മുടെ ബിബിൻ ബ്രോ തന്നെയാണ് എന്തൊക്കെ പറഞ്ഞു. ഇത്രയും പേരെ നിങ്ങൾ എല്ലാവരോടും കൂടിയിട്ട് ഒന്ന് നിങ്ങളുടെ ഡയറക്ടറിനെ ഒന്ന് പൊക്കി പറയാൻ പറഞ്ഞു, എന്ത് പറയും? ജീവൻ ബ്രോ എനിക്കുള്ള പണിയാണല്ലോ ഈ പടം പ്ലാൻ ചെയ്യുന്നത് 70-75 ദിവസം. അതിന് 3-3.5 വർഷത്തെ ഇതിന്റെ ഒരു ജേർണി ഉണ്ട്. ഈ സിനിമ തുടങ്ങിയപ്പോൾ മുതൽ കൂടെ ട്രാവൽ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അപ്പം സിനിമ ഒടുവിൽ സംഭവിക്കാൻ പോകുന്നു. 75 ഡേയ്സ് വേണ്ട നമുക്ക് സ്കെയിൽ കുറയ്ക്കണം. 45 ദിവസം. 75-45 വരുമ്പോഴത്തേക്ക് തന്നെ നമ്മൾ എടുക്കാൻ പോകുന്ന റിസ്ക് അല്ലെങ്കിൽ ആ ടാസ്ക് ഭയങ്കര കൂടുതലാണ്. ഇത്ര ആർട്ടിസ്റ്റുകൾ സീനിയേഴ്സ് ഉണ്ട്, പിന്നെ 1-2 പടങ്ങൾ ചെയ്തവരുണ്ട്, ആദ്യമായിട്ട് പടങ്ങൾ ചെയ്യുന്നവരുണ്ട്. ഇതിന്റെ എല്ലാത്തിനും ആൻസറബിൾ എന്ന് പറയുന്ന ഒരാള് ബിബിൻ ആണ്. ബിബിൻ എന്ന് പറയുന്ന ഡയറക്ടറാണ്. കോസ്റ്റ്യൂം നമുക്ക് ഇതാണോ ഇത് മതിയോ എന്ന് ഒരാള് ബിബിൻ എന്ന് പറഞ്ഞ ഡയറക്ടറോട് പറഞ്ഞു കഴിഞ്ഞാൽ അയാളൊന്ന് സെറ്റിലാക്കണം. കോസ്റ്റ്യൂമുകാരുമായിട്ടുള്ളത്, ആർട്ടുകാരുമായിട്ടുള്ളത്, പ്രൊഡക്ഷൻ, അങ്ങനെ ടെക്നിക്കൽ സൈഡ്, ഇതെല്ലാം കൊണ്ടുപോകാൻ അത്രയും ഇതാണോ, അത് കുഴപ്പമില്ല, അങ്ങനെ ചെയ്യാം, ഇതാണോ, ഇതങ്ങനെ ചെയ്താൽ പോരെ,
അത്രയും കൂളായിട്ടുള്ള ഒരാൾക്ക് മാത്രമേ അങ്ങനെ പറ്റുള്ളൂ. ഇത്രയും പ്രഷറിന്റെ ഇടയ്ക്ക് നമ്മളത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും സാക്ഷി വയ്ക്കുമ്പോൾ ഓക്കെ ടെക്നിക്കൽ സൈഡ് എല്ലാം ആലോചിക്കണം. അത് കുഴപ്പമില്ല, ഞാൻ ഒന്നുകൂടെ കണ്ടു, ഞാൻ കണ്ടില്ല. അത്രയും കൂളാണ്. ഭയങ്കര നമുക്ക് നേരത്തെ പറഞ്ഞില്ല ആർട്ടിസ്റ്റിലൊക്കെ ഭയങ്കരമായിട്ട് സ്പേസ് കൊടുക്കുന്ന ഒരാളാണ്. ഇതാണ് എനിക്ക് വേണ്ടത്. അങ്ങനെ കുറച്ചുകൂടെ ആക്കിക്കും. ഈ ഡയലോഗ് കേട്ട് കുഴപ്പമില്ല, വർക്കൗട്ട് ചെയ്ത് നോക്ക്. അങ്ങനെ എനിക്കൊന്ന് അത്രയും ഫ്രീ ആയിട്ട് നമ്മുടെ കൂടെ ചേർന്ന് നിൽക്കുന്ന ഒരാൾക്ക് മാത്രമേ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അക്കാര്യത്തിൽ 100 റംസാൻ ബ്രോ ഈ ഡാൻസ് കോർഡിനേറ്റ് ചെയ്യുമ്പോൾ ഇപ്പൊ ഒന്നും കൊറിയോഗ്രാഫി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതിൽ ആർക്കെങ്കിലും ഡാൻസ് ബുദ്ധിമുട്ടുള്ളവരുണ്ടോ? ഡാൻസ് ബുദ്ധിമുട്ടുണ്ട്. ഡാൻസ് ഇപ്പൊ ഭയങ്കര പാടാണ്. നേരത്തെ നല്ല പാടാണ്. നേരത്തെ കുഴപ്പമില്ല. എന്തുകൊണ്ടാ പാടാൻ എനിക്കറിയില്ല എന്താ അല്ല, അത് എനിക്ക് തോന്നുന്നു കൺസിസ്റ്റൻസി ഇല്ലാത്തതുകൊണ്ടായിരിക്കും. കാരണം നമ്മൾ സിനിമ അത്രയും ഹ്യൂജ് അല്ലേ. അപ്പോൾ ഒരു സിനിമയുടെ ഒരു ക്യാരക്ടറിന് വേണ്ടി നമ്മൾ ഓടുമ്പോൾ ചിലപ്പോൾ ഡാൻസിന് അത്രയും പ്രാധാന്യം കൊടുക്കാൻ പറ്റാത്തതുകൊണ്ടായിരിക്കും. കൺസിസ്റ്റൻസി ഉണ്ടെങ്കിൽ എന്തും അതിനനുസരിച്ച് ചെയ്യും. അതെ, പറയട്ടെ, മൂൺ വാക്കൊക്കെ പോലത്തെ ഒരു മൂവി ഫുൾ ഡാൻസ് വിംബ്രോ അങ്ങനെ ഒരെണ്ണം പ്ലാൻ ചെയ്യും. ഇവരെ വെച്ചിട്ട് ഡാൻസ് മാത്രം ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഞാനത് ഇവിടെ അഡ്വഞ്ചർ ഒക്കെ ചെയ്യുന്ന ഇഷ്ടമാണ്. അതും സിനിമയ്ക്കായിട്ട് എന്ത് ചെയ്യുന്നു. ഈ സിനിമയ്ക്കകത്താണെങ്കിലും ഇപ്പം നമ്മൾ ഓണം മൂഡിന്റെ പാട്ടിന്റെ ഒരു ഡാൻസ് കൊറിയോ ചെയ്യണം, ഒരു പ്രൊമോഷൻ സോങ് ചെയ്യണം നമുക്ക് ആദ്യം പ്ലാൻ ഉണ്ടായിരുന്നെങ്കിലും മൊമെന്റ് അത് വന്നപ്പം അത് അതിൻ്റെതായ സെയിം ഡാൻസിൽ ഏൽപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക്. എന്തായാലും അത് വർക്കായി, സംഭവം ഏറ്റെടുത്ത എല്ലാവരും. അത് അത്രയും വലിയ റിസ്ക് ആയിരുന്നു. അതെ അതെ, കാരണം സിനിമയുടെ ഫസ്റ്റ് പ്ലോട്ടായിരുന്നു ഇറക്കേണ്ടത്. അതെ, എന്റെ തലയിലേക്ക് സിമ്പിൾ അല്ലായിരുന്നു. അല്ല, ഈ പറഞ്ഞ ഇത്രയും പേരായാലും ഒരു കുറച്ച് പേരൊന്നല്ല, അത്രയും ആളുകളുണ്ട്. അവിടെ കിടന്ന് അലച്ചിട്ടുണ്ടാവില്ലേ ശരിക്കും. അയ്യോ, അത് നമ്മള് ഒരു 3-4 ദിവസം അല്ല അങ്ങനല്ല, ഞാന് ഒരാള് ആ ദിവസങ്ങളിൽ 2 ദിവസം കൊണ്ട് മഴയുടെ പെയിൻ ഉണ്ട്, മഴ വരാൻ ചാൻസ് ഉണ്ട്, ഇത്രയും പേരുണ്ട്, മഴ വന്നു, ആ മഴ പെയ്തു, ഭയങ്കര കാര്യമാണ്. അല്ല, അത് ഒരു 3-4 ദിവസം നമ്മൾ ഫസ്റ്റ് ചാർട്ട് ചെയ്തപ്പോ പാട്ട് 3-4 ദിവസം എടുക്കും. കാരണം ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്, അവരെ നമുക്ക് അധികം സ്ട്രെസ് ചെയ്യാൻ പറ്റില്ല. കാരണം എല്ലാവരും നന്നായിട്ട് ട്രീറ്റ് ചെയ്യണം, അവര് കൂളായിട്ട് വേണം ഓരോന്ന് ചെയ്യിപ്പിക്കാനൊക്കെ കൃത്യമായിട്ട് അറിയാം. പക്ഷെ നമുക്ക് 2 ദിവസം കയ്യിലുള്ളൂ ഈ പാട്ട് ചെയ്യാൻ. സാഹസികമായിട്ടുള്ള കുറച്ച് ആൾക്കാരാണ്. അല്ല, അതില് വേറെ കാര്യം പറയാനുണ്ട്. എനിക്ക് തോന്നുന്നുള്ള അടുത്തൊന്നും ഇങ്ങനെ ഇത്രയും പ്രൊഡക്ഷൻ ക്വാളിറ്റി ഇറക്കി മണി സ്പെൻഡ് ചെയ്ത് പ്രൊഡക്ഷൻ ഒരു പ്രൊമോ സോങ്ങിന് വേണ്ടി ഇറക്കും എന്നുള്ളത്, അത് ഒരു ബിഗ് താങ്ക്സ് പറയാനുണ്ട്. കാരണം എപ്പോഴും എന്നെ പല സിനിമയിൽ നിന്നും പ്രൊമോ സോങ് കൊറിയോഗ്രാഫി ചെയ്യാൻ വിളിക്കാറുണ്ട്. പക്ഷെ അവരുടെയും അവർ പറയുന്നത് ഒരു പാട്ട്, അതും പ്രൊമോ സോങ്ങിന് വേണ്ടി ഇത്ര എമൗണ്ട്. ഞാൻ പറയും, ചേട്ടാ അതിൻ്റെതായിട്ടുള്ള ക്വാളിറ്റി ഇപ്പം നിങ്ങൾ സിനിമയ്ക്ക് കൊടുക്കുന്ന എന്താണോ അതിന്റെ ആദ്യത്തെ കാര്യം ഓഡിയൻസ് കാണുന്നത് ആ പ്രൊമോ സോങ് ആയിരിക്കും. അപ്പൊ അതിന് അത്ര ഇമ്പോർട്ടൻസ് കൊടുത്താലാണ് നന്നാവുള്ളൂ. അപ്പൊ അത് ഇവിടെ നിന്ന് ഭയങ്കരമായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യായിരുന്നു. അപ്പോൾ എനിക്ക് ഇത്രയും സപ്പോർട്ട് കിട്ടിയ സ്ഥിതിക്ക് എന്റെ ഭാഗത്ത് നിന്ന് കൊടുക്കേണ്ട ഒരു കാര്യമായിരുന്നു ഓക്കെ ഇത് 2 ദിവസം കൊണ്ട് തീർക്കാന്നുള്ളത്. അപ്പൊ അതൊരു ഗീവ് ആൻഡ് ടേക്ക് ആയിരുന്നു. പിന്നെ എല്ലാവരും ഈ പറഞ്ഞ പോലെ നമ്മൾ സിനിമ ചെയ്യുമ്പോൾ തന്നെ എല്ലാവരും ഇത് നമുക്ക് അത്ര അടിപൊളിയായിട്ട് ചെയ്യണം, എല്ലാവരും ടയർഡാണോ കുഴപ്പമില്ല, ചാർജ് ആവും, ഇത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ആ രീതിയിലാണ് എല്ലാവരും നിന്നുകൊണ്ടിരുന്നത്. അതേ മെത്തേഡ് തന്നെയാണ് ഈ പാട്ടിലും അവർ അപ്ലൈ ചെയ്തത്. എല്ലാവരും ഇപ്പൊ നരേഞ്ചേട്ടനാണെങ്കിൽ പോലും എല്ലാവരും ഭയങ്കര എഫേർട്ട് ഇട്ട് കൂടെ നിന്ന് ജീവിക്കുന്ന ഒട്ടും വയ്യായിരുന്നു. നമ്മൾ തമാശ രീതിയിൽ പറയുകയാണെങ്കിൽ പോലും ഫിസിക്കലി ജീവ ഒട്ടും ഓക്കെ അല്ലായിരുന്നു. പ്രാക്ടീസ് ഒന്നും ഉണ്ടായില്ല, ഫുഡ് പോയിസൺ അടിച്ച ആകെ സീനായിരുന്നു. പക്ഷെ എന്നിട്ടും അപ്പം ഫസ്റ്റ് ദിവസമാണ് ഞാനിത് അറിയുന്നത്. അപ്പൊ എന്നെ മനസ്സിലായി ഓക്കെ ഇനിയിപ്പോ ജീവയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ ജീവ 2 സ്റ്റെപ്പ് അവിടെ ചെയ്താൽ മതി, ഡാൻസ് കളിക്കുമ്പോൾ ഫുൾ ടൈം അവിടെ ഉണ്ടായ പോലെ ഞാൻ ഫീൽ ചെയ്യിപ്പിച്ചോളാം, പിന്നെ ജീവയ്ക്ക് വേണ്ട കാര്യങ്ങൾ അങ്ങനെ ഈക്വൽ സ്പേസിംഗ് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കേണ്ട ഒരു ചെറിയ കാര്യം ഉണ്ടായിരുന്നു. അന്നത്തെ ദിവസം ഫുഡ് പോയിസൺ അത് അധികം സ്റ്റെപ്പ് ഇടിപ്പിക്കാനും പറ്റില്ല. എന്തിനാ പിന്നെ ഒളിഞ്ഞു തുറന്ന് തൂത്തിലായിരുന്നു. ഓണം അല്ല, അതുകൊണ്ട് ഇവരെ എഫേർട്ട് ഇടിപ്പിച്ചു കഴിഞ്ഞാൽ ഇവൻ മാത്രമല്ല ആ സെറ്റ് മൊത്തം മാറും. ഓണം മൂഡിലേക്ക് എനിക്ക് തന്നെ അത്താ മൂഡ്. ചെറുതായിട്ടൊന്ന് ഇട്ടോളൂ. അങ്ങനെ അത്താ മൂഡ്. അല്ല, വേറെ കാര്യട്ടോ, ഒരു പാട്ട് ഫുള്ള് ജിംബ്രോനെ വെച്ച് കൊറിയോഗ്രാഫി ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം മനസ്സിൽ വരും എന്തായിരിക്കും? നാടുകൂടെ അല്ല,
എനിക്ക് അതൊരു ചിലപ്പോൾ ഒരു നല്ല കാര്യമായിട്ട് തോന്നും, ചിലപ്പോൾ ചീത്ത കാര്യമായിട്ട് തോന്നും. കാര്യം പ്രൊഫഷന്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് ഡാൻസിനകത്തേക്ക് വരുമ്പോൾ ഞാൻ ഈ സുഹൃത്ത് ബന്ധങ്ങളോ കാര്യങ്ങളൊന്നും നോക്കാണ്ട് ഞാൻ പഠിപ്പിക്കുന്ന ഒരാളാണ്. ആ നേരത്തെ പറഞ്ഞ ആ തലാട്ടല് മനസ്സിലായി. അത് എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സിന്റെ അടുത്ത് ചോദിച്ചാലും അത് തന്നെയായിരിക്കും ഉത്തരം. അപ്പം അത് ഞാൻ എപ്പോഴും സ്പ്ലിറ്റ് ചെയ്യിപ്പിക്കാറുണ്ട്. കാരണം ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ വേറെ കാര്യം, പ്രാക്ടീസ് സമയത്ത് അതെന്താണോ അത് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പം ഇവനെ പിടിച്ചു നിർത്തുക എന്നുള്ള ഒരു ചെറിയ ബുദ്ധിമുട്ട് മാത്രമേ എനിക്ക് ഉണ്ടാവുള്ളൂ. പ്രാക്ടീസിന് സ്റ്റെപ്പിന്റെ ഒന്നുമല്ല, ഇവനെ അവിടെ കൊണ്ട് നിർത്തണം, അത്രേ ഉള്ളൂ. ഓക്കെ, ബാക്കി നിർത്തിയ സൂപ്പറാണ്. നിർത്തി എനിക്ക് ചെയ്യിപ്പിക്കാം. ഓക്കെ, അപ്പൊ എന്തായാലും ഓക്കെ, എന്തായാലും ഇത്രയും ഇവിടെ ഇങ്ങനെ എല്ലാവരും മുമ്പിൽ കിട്ടിയ കാര്യത്തിൽ ഒരു കാര്യം ബ്രോനോട് ചോദിക്കാനുള്ളത്, പുതിയ പ്രൊജക്ട് ആട് 3യുടെ വിശേഷം എന്താണ്? പറയുമ്പോ മുഖത്തൊരു ചിരിയാണ്. വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ദിവസങ്ങൾ എണ്ണി. വെയിറ്റ് ചെയ്തോ അല്ലേ? ചെയ്യാൻ മാത്രമുണ്ട്. ഓക്കെ, ഇപ്രാവശ്യം ഗംഭീര പരിപാടിയാണെന്ന് എല്ലാവരും പറഞ്ഞു കേട്ടു. അപ്പോൾ എന്തായാലും കളറാണ്. അല്ല, വിനീതേട്ടൻ്റെയും നിവിനേട്ടൻ്റെയും പുതിയ ഒരു പ്രൊജക്ട് ഇങ്ങനെ അനൗൺസ് ചെയ്യേണ്ട, അതിലും ഇല്ലേ? ഓക്കെ, ചില പറയാൻ പറ്റില്ല, ഒരു അൺഎക്സ്പെക്ടഡ് ആയിട്ടൊരു കോള് വരും. അല്ല, ഞാനും ഈ പടം ഇന്നപ്പോ ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആയ കാര്യം വെച്ചാൽ ബാബു ചേട്ടനും ബൈ ചേട്ടനും അവരൊക്കെ ആയിരുന്നു. പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റിയതും പഠിക്കാൻ പറ്റിയതും അല്ലെങ്കിൽ കണ്ട് പുള്ളി ഇങ്ങനെയൊക്കെയാണല്ലോ എന്ന് ഞാൻ മനസ്സിലാക്കിയത് ഭഗത് തന്നെയാണ്. കാരണം ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് ഭഗത് തന്നെ ഇപ്പോഴും അണ്ടർ റേറ്റഡ് ആണ്. ഇനിയും ഒരുപാട് രീതിയിൽ ഭഗത്തേനെ എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. നമ്മള് എന്താ പറയാ, മലർവാടി ആർട്സ് ക്ലബ്ബ് കണ്ടപ്പോ തൊട്ട് നിവിൻ ചേട്ടനും അജു ചേട്ടനൊക്കെ എങ്ങനെയാണോ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് ഇപ്പൊ നിൽക്കുന്നത്, എസ്റ്റാബ്ലിഷ് ആയിട്ട് നിൽക്കുന്നത്, അതിനൊപ്പം ചിലപ്പോ അതിന്റെ മുകളിൽ വരേണ്ട ഒരു ബ്രില്യന്റ് ആക്ടർ തന്നെയാണ് ചേട്ടൻ. ഇനിയും ഒരുപാട് പരിപാടികൾ ചേട്ടനിൽ ഉണ്ട്. അത് ഭയങ്കര രസമായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്. ക്യാരക്ടേഴ്സൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡബിങ്ങിന്റെ സമയത്തൊക്കെ വോയിസ് കൺട്രോൾ ഒക്കെ അല്ലേ നമ്മൾ സംസാരിച്ചത്, ഭഗത്തൊക്കെ ഡബ് ചെയ്തൊന്ന് പോയി നോക്കിയാല് കാണാൻ പറ്റും. മമ്മൂക്ക കഴിഞ്ഞാൽ മുന്നിലും പുറകിലും അങ്ങനെ കേട്ടോ. നമ്മുടെ അടുത്ത് അങ്ങനെ ഒരു ഔട്ട് ആൻഡ് ഔട്ട് ഒരു പേഴ്സൺ എന്നുള്ള നിലയ്ക്ക് നല്ലൊരു ഹ്യൂമൻ ബീങ് കൂടാണ്. അതും പറയണം, ഒരു ആർട്ടിസ്റ്റ് എന്നതിനേക്കാൾ ഉപരി നല്ലൊരു മനുഷ്യനോടാണ്. അത് ഇപ്പൊ ഇലക്ഷൻ നയിക്കും. ഇന്ന് ആര് പറഞ്ഞ വോട്ട് പുറത്തിറങ്ങി. ഓക്കെ, എന്തായാലും മലയാള ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം മനസ്സിൽ തന്നെ നടന്മാരിൽ ഒരാളായി മാറും എത്രയും പെട്ടെന്ന് ആവട്ടെ. നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നു. കാരണം എനിക്ക് ഇഷ്ടപ്പെട്ട എന്താ പറയുക, ഒരുപാട് നല്ല നല്ല കഥാപാത്രങ്ങൾ തന്നാണ്. അതുപോലെ ഇപ്പൊ ഇതേപോലത്തേക്ക് സിനിമകൾ വരുമ്പോഴാണ് നമുക്ക് ഒരുപാട് മറക്കാൻ പറ്റാത്ത ഒരുപാട് മൊമെന്റ്സ്, ഇത് എനിക്ക് മാത്രം, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും കിട്ടുന്നത്. നല്ല ഉഗ്രനൊരു ടീമാണ്. ഞങ്ങൾക്കൊരു ആഘോഷമായിരുന്നു ഈ സിനിമ ഫുള്ള്. ഇതേപോലത്തെ ഈ ഒരു കൂട്ടുകെട്ടിൽ ഒരുപാട് സാഹസങ്ങൾ മുമ്പോട്ട് വരട്ടെ എല്ലാവർക്കും. ഇതേപോലെ എന്നും ഇപ്പൊ ഈ ഓണത്തിന് ഞങ്ങൾ പറയുന്നു, സാഹസത്തിലെ പാട്ട് വെക്കുക, അത് വെക്കുക. ഞങ്ങൾ അതൊരു ട്രെൻഡായി മാറി. എല്ലാ ഫെസ്റ്റിവൽസിലും ഓരോ ട്രെൻഡുകൾ ഈ ടീമിൽ നിന്ന് വരാൻ പറ്റട്ടെ. എല്ലാവർക്കും ആശംസകളും നേരുന്നു. താങ്ക് യു സോ മച്ച്.